ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് പായസം. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് റേഷൻ കട വഴിയൊക്കെ ധാന്യക്കിറ്റ് കിട്ടിയില്ലേ, അതിലുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 തവണ കഴുകണം. അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 തവണ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്താ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒന്ന് വെന്ത് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ തേങ്ങാപ്പാലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വേവിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ എന്താ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ശർക്കര ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ, തീരെ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല. അതിട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കി വരുമ്പം കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ശർക്കര എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ആ ചൂടുവെള്ളത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. കട്ടകളെല്ലാം ലയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ശർക്കര. ഇനി ഇത് അധികം കട്ടയാവുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുവാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം കറക്റ്റ് പാകത്തിനത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഉരുക്കിയ ശർക്കരയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1/2 കപ്പോളം ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് ഉരുകിയതാണെങ്കിലും ഇനി ഇതിൽ കിടന്നൊന്ന് വേകണം. ആ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നുറുക്ക് ഗോതമ്പും ശർക്കരയും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട പോലെ വരുന്നതൊക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോവാണ്. തേങ്ങാപ്പാലിന്റെ 2ാം തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. 2ാം പാല് ഒരു 3/4 മുറിയോളം ആണ് ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത്. അതിന്റെ പാലാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ഇതിലൊന്ന് വേകട്ടെ. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർക്കാം. 1ാം പാല് ചേർത്തിട്ട് അധികം തിളയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ്. നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മുന്തിരിയും കിസ്മിസും വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുവാണ്. 2 സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കിസ്മിസും കാഷ്നട്ടും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. എൻ്റെ അടുത്ത് അധികം സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ആഡ് ചെയ്തിടാൻ ഇതിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.